സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അതൊഴിവാക്കി പരീക്ഷിച്ച വലിയ പരീക്ഷണാണ്. വമനിബ്തുലിയ ബി തർക്കി സുനനി, സുന്നത്തുകൾ ഒഴിവാക്കിയിട്ട് ഒരാളെ പരീക്ഷിച്ചാലോ വഖാഫി തർക്കിൽ ഫരീള, ഫർള് ഒഴിവാക്കുക എന്നുള്ള വിഷയത്തിൽ അയാൾ പോയി വീഴും. സുന്നത്തുകൾ ഒഴിവാക്കരുത്. സുന്നത്ത് നിസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ആൾക്ക് ഫർള് നിസ്കാരം ഒഴിവാക്കാൻ മടി തോന്നൂല. സുന്നത്തും കൂടി കൊണ്ടു നടക്കണം. അത് ഫർളിനുള്ളൊരു ബലം കൂടിയാണ്. സുന്നത്തുകൾ ഒഴിവാക്കുമ്പോ ഫർള് ഒഴിവാക്കാന്നുള്ള വിഷയത്തിൽ പോയി വീണുപോകും. സഹോദരങ്ങളെ, അത് വലിയ സംഗതിയാണ്, നീട്ടിപ്പറയേണ്ടതാണ്. വമനിബ്തുലിയ ബിതർക്കിൽ ഫരീള, ഫർള് ഒഴിവാക്കൽ കൊണ്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാലോ വഖാഫി ഇസ്തിഹ്ഖാരി ശരീഅ, അയാളെ മനസ്സിൽ ശരീഅത്തിന് സ്ഥാനം ഉണ്ടാകൂല. മതത്തെ നിസാരമാക്കി കളയും. ഫർള് ഒഴിവാക്കുന്ന ഒരാള് ശരീഅത്തിനെ നിസാരപ്പെടുത്തിക്കളയും. ഒമനിബ്തുലിയ ബിദാലിക, ശരീഅത്തിനെ നിസാരപ്പെടുത്തിയിട്ട് ഒരാളെ പരീക്ഷിക്കപ്പെട്ടാലോ വഖാഫിൽ കുഫ്രി, കുഫറിൽ വീണുപോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതോടുകൂടെ കഴിഞ്ഞു. അപ്പൊ പരീക്ഷണം ദുനിയാവിൽ ഒരാൾക്ക് കിട്ടിയെന്ന് കരുതിയിട്ട് ഒന്നും കുറയാനില്ല. 50 കൊല്ലം ഒരാൾ നല്ല ഇബാദത്ത് ചെയ്ത് ജീവിച്ചു. 50-ാമത്തെ വയസ്സിലേക്ക് രോഗം വന്നു, വിഷമിക്കൊന്നും വേണ്ട. 60-ാമത്തെ വയസ്സിൽ രോഗം വന്നു, വിഷമിക്കൊന്നും വേണ്ട. ആ പരീക്ഷണത്തിൽ സഹിച്ചുകൊണ്ട് ആവും പോലെ മുന്നോട്ട് പോകുന്നുണ്ടോ? ആരോഗ്യകാലത്ത് ചെയ്ത അത്രയും കണക്കാക്കി അനാരോഗ്യകാലത്ത് തരാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളോട് പറയും. പക്ഷെ ആ കാലത്ത് ചെയ്യണം, ചെയ്യാതെ കിട്ടൂല. 60 വയസ്സായപ്പോ ഒരാൾക്ക് രോഗം ബാധിച്ചു. അയാൾക്ക് നിന്നുസ്കരിക്കാൻ കഴിയുന്നില്ല, ഇരുന്നുസ്കരിക്കാനേ കഴിയുന്നുള്ളൂ. ഇരുന്നുസ്കരിക്കുമ്പോൾ അയാളെ മനസ്സിന് ഒരു പ്രയാസം, പഠിച്ചാൽ ഇത്രയും കാലം ഞാൻ നിന്നാ നിസ്കരിച്ചത്, ഇപ്പൊ ഇരുന്നായി പോയല്ലോ എന്ന് പ്രയാസം തോന്നുന്നുണ്ടാ. ആ ഇരുന്ന് നിസ്കാരം നിർവഹിക്കുന്നതിന് അല്ലാഹു തആല ഏത് കൂലി കണക്കാക്കി തരും? നിന്ന് നിസ്കരിച്ചതിന്റെ, ഇത്രയും കാലം നിസ്കരിച്ചില്ലേ, നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി എഴുതാൻ വേണ്ടിയിട്ട് മലക്കുകളോട് പറയും. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ബൈഹഖി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം, മാ മിൻ അഹദിൻ മിനൽ മുസ്ലിമീന, മുസ്ലിങ്ങളിൽപ്പെട്ട ഒറ്റാളുമില്ല, യുബ്തലാ ബി ബലാഇൻ ഫീ ജസദിഹി, ശരീരത്തിൽ എന്തെങ്കിലും ഒരു ബലാ കൊടുത്ത് അല്ലാഹു തആല പരീക്ഷിക്കുന്നു. ഇല്ലാ അമറല്ലാഹുൽ ഹഫള, ഹഫളത്തിന്റെ മലക്കുകളോട് അല്ലാഹു തആല കൽപ്പിക്കും, ഉക്തുബൂ ലി അബ്ദി, എന്റെ അടിമക്ക് നിങ്ങൾ രേഖപ്പെടുത്തണം, എഴുതി വെക്കണം, മാ കാന യഅമലു ഹുവ സ്വഹീഹ്, ആരോഗ്യവാനായ കാലത്ത് ചെയ്തതൊക്കെ. 40 കൊല്ലം നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ആ 40 കൊല്ലവും രാവിലെയോ വൈകുന്നേരമോ സമയം നോക്കിയിട്ട് ഖുർആൻ ഓതിയിരുന്നു. ഇപ്പൊ കണ്ണു കാണാതായി പോയി. ഓരോ ദിവസവും അന്ന് എത്ര ഓതിയോ ഓതിയതിന്റെ കണക്ക് അല്ലാഹു തആല ദിവസം അങ്ങനെ കഴിയുമ്പോ എഴുതി രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകളോട് നിർദ്ദേശിക്കുന്നു. മാദാമ മഷ്ദൂദൻ ഫീ വിതാഖി, എന്റെ പരീക്ഷണത്തിൽ അയാൾ ബന്ധിതനായി കഴിയുന്ന കാലത്തോളം. 20 കൊല്ലം കാഴ്ചയില്ലാതെയാണ് പിന്നെ അയാൾ ജീവിച്ചതെങ്കിൽ വിഷമിച്ച് കരഞ്ഞിട്ട് ബുദ്ധിമുട്ടാകണ്ട. ആരോഗ്യകാലത്ത് കണ്ണുകൊണ്ട് ചെയ്ത ഹസനാത്തുകൾ എഴുതാൻ വേണ്ടി മലക്കുകൾ അല്ലാഹു ഏൽപ്പിക്കുന്നു. ഓരോ ദിവസവും അത് കണക്കാക്കി എഴുതാൻ പറയുന്നു. വെള്ളിയാഴ്ച അയാള് ഖുർആനിലേക്ക് നോക്കിയിട്ട് അൽകഫ് ഓതിയുന്നു. ഇപ്പൊ കണ്ണു കാണുന്നില്ല, അതുകൊണ്ട് നോക്കിയോതാൻ കഴിയുന്നില്ല. വിഷമമില്ല, നോക്കി ഓതി അതേ കൂലി തന്നെ ഓരോ വെള്ളിയാഴ്ചയും രേഖപ്പെടുത്തുന്നു. നിസ്കരിച്ച അത്രയും കാലം സുജൂദിലേക്ക് നോക്കിയിട്ട് നിസ്കരിച്ച മനുഷ്യനാണ്. ഇപ്പൊ സുജൂദിലേക്ക് നോക്കാൻ കണ്ണിന് കാഴ്ചയില്ലല്ലോ. ഇപ്പൊ നിസ്കരിക്കുമ്പോഴും സുജൂദിലേക്ക് നോക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കാണുന്നില്ല. വിഷമിക്കേണ്ടതില്ല. സുജൂദിലേക്ക് നോക്കിയതിന്റെ കൂലി ഓരോ നിസ്കാരത്തിലും ഹഫളത്തിന്റെ മലക്കുകൾ എഴുതി രേഖപ്പെടുത്തുന്നു. അങ്ങനെ ആരോഗ്യകാലത്ത് എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ ആ ചെയ്ത ഹസനാത്തുകൾ മുഴുവനും കുറയാതെ കിട്ടുന്നു. അപ്പൊ ആ പരീക്ഷണം കൊണ്ട് ആ മനുഷ്യന് വിജയമാണോ? വിജയമാണ്.